തെരഞ്ഞെടുപ്പ് കാലത്ത് നിറഞ്ഞു നിൽക്കണമെന്നത് ജനം ആഗ്രഹിച്ചതും നടക്കാതെ പോയതും വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഈ വിഷയം വേണ്ട രീതിയിൽ വരാതിരുന്നതിൽ പ്രതിപക്ഷത്തോടും ദേഷ്യമുണ്ട്. ഉത്തർപ്രദേശിലെ തെരുവു കച്ചവടക്കാർ അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന വിലക്കയറ്റത്തെപ്പറ്റി മീഡിയ വണ്ണിനോട് പ്രതികരിക്കുന്നു. ഗോരഖ്പൂർ ഗീതാ പ്രസിന്റെ മുന്നിലെ രണ്ട് കച്ചവടക്കാർ ചാനൽ ക്യാമറ കണ്ടപ്പോൾ ചില വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ വാർത്തയാക്കാമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾ കണ്ണും ചെവിയും നൽകി. ഇത് ഒന്നോ രണ്ടോ തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നമല്ല, മുഴുവൻ യുപിയിലെയും സാധാരണക്കാരുടെ പ്രശ്നം എന്ന മുഖവരയോടെയാണ് അവർ തുടങ്ങിയത്. ദിവസേന ലഭിക്കുന്ന വരുമാനം 300-400 രൂപയിലാണ് ഒതുങ്ങുന്നത്. റൊട്ടിയുണ്ടാക്കുന്ന ആട്ടയുടെ നിലവിലെ വില കിലോയ്ക്ക് 33 രൂപ. 10 വർഷം മുമ്പ് 12 രൂപയായിരുന്നു. സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും വരുമാനത്തിൽ ഒരു പുരോഗതിയുമില്ല. ये चुनाव में हम लोग के सबसे बड़ी समस्या बेरोजगारी है। क्या अच्छा दिन आया? यही आया कि अब हम लोग 60 साल के बाद कहाँ जाएं? अच्छा दिन तो है, ठीक है, भोजन पानी चल रहा है, अब कहाँ चलेगा? अगर चौड़ीकरण हो जाएगा तो हम लोग कहाँ जाएंगे? ആട്ട എങ്ങനെയെങ്കിലും വാങ്ങിച്ചാലും ഉപ്പും കൂട്ടി കഴിക്കേണ്ട അവസ്ഥയിലാണ്. കറി വയ്ക്കാനുള്ളതിനെല്ലാം തീ വിലയാണ്. 60 കഴിഞ്ഞ കുടുംബനാഥന്മാരുടെ വിഹുലതകളും അവർ പങ്കുവച്ചു. പഠനം പൂർത്തിയാക്കിയെങ്കിലും മക്കൾക്ക് ജോലിയായില്ല. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരെത്തും പിടിയുമില്ല. महंगाई तो बहुत ज़्यादा है सर, अब क्या करना है बताइए। अभी इतनी महंगाई पड़ गई है कि पूछिए मत। हर तरह से लोग गरीब तो इतना ज़्यादा परेशान है कि किसी हम क्या कहा जाए बताइए। अब इसी हम रहने वाले गोरखपुर के, लेकिन ऑल इंडिया टूर हमारा है। आपके कर्नाटक स्टेट, तमिलनाडु, आंध्र प्रदेश, उसके बाद महाराष्ट्र, गुजरात, सौराष्ट्र, सब तरफ घूम के हम आए। सब तरफ पोजीशन ऐसे ही चल रही है। ഇവരുടെ സംസാരം കേട്ടുവന്ന താൽക്കാലിക ലൈൻമാനും വിഷയത്തിൽ ഇടപെട്ടു. 8000 രൂപ മാസവരുമാനത്തിൽ നിന്നും 2 കുട്ടികളുടെ കോച്ചിങ് ഫീസായി കണ്ടെത്തേണ്ടത് 4000 രൂപ. പെട്രോളിന് 1000 വേറെ. खुराकी नहीं चल पाई सरकार में। इस सरकार में खाना पीना नहीं हो पा रहा है। ऐसी सरकार नहीं चाहिए। सरकार में ना एकदम सरकार खत्म है। नील है, नाम पे नील है सरकार। കാലത്തിനനുസരിച്ച് സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുമെന്നും ഇവർക്കറിയാം. അതുകൊണ്ട് ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നു. कम से कम अस्थायी नौकरी मिलना चाहिए। कम से कम 15,000 का नौकरी मिले, नहीं 35,000 चाहिए, नहीं 50,000 चाहिए, कम से कम 15,000 की नौकरी एक परिवार को चाहिए, जिससे उनकी रोजी रोटी चलता रहे, दाल रोटी मिलता रहे. കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും വരുമാനം ഉറപ്പു നൽകാനായില്ലെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ സാധാരണക്കാർ തളർന്നു പോകും. ദൈനംദിന ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഈ തെരുവ് കച്ചവടക്കാർ ഉത്തർപ്രദേശിൽ വെച്ച് നമ്മോട് തുറന്നു പറയുന്നത്. ഗോരഖ്പൂരിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം ഡി ധനസുമോദ്, മീഡിയ വൺ. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.